നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കടം കൊടുത്തതായിട്ടുള്ള സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനുള്ള ആശയം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമില്ലാത്തതുകൊണ്ടും ഒരുപക്ഷെ 2 കൊല്ലം ജോലി ചെയ്ത് ഇനി ഉപരിപഠനത്തിന് ചേരുക എന്ന സങ്കല്പത്തോടു കൂടിയതായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. ആഗ്രഹിച്ച പോലെ ദീർഘകാല കാർഷികമായിട്ടുള്ള മേഖലകളിൽ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സങ്കല്പത്തിനനുസരിച്ച് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ജനസ്വാധീനം വർദ്ധിക്കുന്നത് വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനും സമാന ചിന്താഗതിയിലുള്ളവരുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ പണവും വിനിയോഗിച്ചുകൊണ്ട് കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും ജീവിത പങ്കാളിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. നിലവിലുള്ള ഗ്രഹത്തിന് വാസ്തുശാസ്ത്ര പിഴയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. ധാരാളം ജോലി ചെയ്യാനുള്ള സന്നദ്ധതയും ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങളും അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ നേട്ടം വിലയിരുത്തിയിട്ട് ഒരു പക്ഷേ നല്ലൊരു സ്ഥാപനത്തിൽ മറ്റൊരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും. ഈ ഒരു മാസത്തിൽ തന്നെ അല്ലാത്ത നിലയിൽ നിലവിലുള്ള ജോലി സ്ഥലത്ത് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ തൃപ്തിയായുള്ള വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരു പക്ഷെ സകലവിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി അധിവസിക്കാനുള്ള ഒരു വീടിന്റെ സൗകര്യത്തോടുകൂടി ഇതായിട്ടുള്ള സാഹചര്യങ്ങളായതുകൊണ്ട് ഇനി മുതൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശ പര്യടനത്തിന് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വ്യക്തി താല്പര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിന് സാധ്യത കാണുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് ഈ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ ഒരു മാസവും മെയ് മാസം പകുതി വരെയും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്യോഗസ്ഥലത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ മേലധികാരി സ്ഥാനമായതുകൊണ്ട് മാർച്ച് മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങളും ഏപ്രിൽ മാസത്തിലും ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല എന്നറിയാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉടമസ്ഥരെ രേഖാപരമായിട്ട് ധരിപ്പിക്കുകയും ഇതിന്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും അനുമതി ലഭിച്ചതിന്റെ വെളിച്ചത്തിൽ എല്ലാം സമാധാനത്തോടുകൂടി ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ പോലും ഏപ്രിൽ മാസത്തിൽ യോഗമുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വിരോധികളായ പലരും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സുതാര്യതയുള്ള സമീപനത്താൽ ഈ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. സ്വഭാവവിശേഷത്താൽ പല കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് എല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുവാനിടയുണ്ട്.
ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥ മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധം വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകർക്ക് അവരുടെ പ്രത്യേകമായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അവരെ സാമ്പത്തികമായിട്ടുള്ള സഹായിക്കേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പണം സഹായിക്കേണ്ടതായ സാഹചര്യങ്ങളും പിന്നീട് 3 മാസത്തിന് ശേഷം തിരിച്ചു ലഭിക്കാൻ തക്കവണ്ണമുള്ള അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനും ഒരുപക്ഷെ നേതൃത്വ സ്ഥാനം വഹിക്കുന്നതിന്റെ വെളിച്ചത്തിൽ എല്ലാം സമയബന്ധിതമായിട്ട് തന്നെ എല്ലാം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കും. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടവരും. പല പ്രകാരത്തിലും സ്വസ്ഥതയും സമാധാനവും കുറവുള്ള സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ജീവിത ശൈലി രോഗങ്ങളായിരിക്കാം ചിലർക്ക്. മറ്റു ചിലർക്ക് 4 വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള പകർച്ചവ്യാധിയുടെ ബാക്കി ഭാഗമായിരിക്കാം. വേറെ ചിലർക്ക് ജനിതകമായിട്ടുള്ള ചില വൈകല്യങ്ങളെ കൊണ്ട് അസുഖങ്ങളായിരിക്കാം. ഏത് പ്രകാരത്തിലും സ്വസ്ഥതയും സമാധാനവും സ്വല്പം കുറയുവാനിടയുണ്ട്. എന്നാൽ പ്രാണായാമം, വ്യായാമം, യോഗയൊക്കെ ചെയ്യുകയും ഭക്ഷണ ക്രമീകരണങ്ങൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഭക്തി, ശ്രദ്ധ പുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനുള്ള താല്പര്യവും അതിനുവേണ്ടി തയ്യാറെടുക്കുവാനും ഒരുപക്ഷെ മെയ് മാസം മുതലേ അതിന് തുടക്കം കുറിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിനുവേണ്ടി തയ്യാറെടുക്കുവാൻ പോലും ഏപ്രിൽ മാസത്തിൽ യോഗമുണ്ട്. ഇതാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയും ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് വികസിത രാഷ്ട്രത്തിലോ വിദേശത്തെ രാജ്യത്തോ ഉള്ള ജോലി ആയിരിക്കാം. എന്നാൽ അവിടേക്ക് സകുടുംബം പോകുവാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ കാലതാമസം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുവാനും തയ്യാറാകുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനിടവരും. മറ്റു ചിലർക്ക് മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുന്ന തരത്തിൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരമുണ്ടാകും. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുവാനുള്ള സൂചനകൾ ലഭിച്ചതിനാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പോലും തുടക്കം കുറിക്കുവാനിടവരും. ഇതിൽ നിന്നും ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള നേട്ടം, അതിന് കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുക എന്നിവയൊക്കെ തന്നെ 2 വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രയത്നിക്കാൻ അതിന് തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. രൂപകൽപ്പന ചെയ്യുന്ന പല കാര്യങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് വിഭാവനം ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ക്ലേശകരമായിട്ടുള്ള ഏതൊരു സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നു. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. പണം കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക, സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നിവ യാതൊരു കാരണവശാലും ഈ ഒരു മാസത്തിൽ അരുതാത്തതാണ്. അനുചിത പ്രവൃത്തികളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുവാനിടയുള്ളത് കൊണ്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി തൊഴിൽ മേഖലകളിലും ഔദ്യോഗികമായിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മെയ് മാസം മുതൽ ഇതിനെല്ലാം തന്നെ വിധിചലനം വന്നു ചേരും എന്നറിഞ്ഞതിനാൽ
ഒരു പക്ഷേ ഈ വ്യതിചലനം വന്നു ചേരുന്നത് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കായിരിക്കാം. അത് സ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അർദ്ധമനസ്സോടുകൂടി ആയിരിക്കാം ചുമതലകളെല്ലാം ഏറ്റെടുക്കേണ്ടത്. എന്നിരുന്നാൽ പോലും അത് ഏറ്റെടുക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ അവധിയെടുത്ത ജന്മനാട്ടിൽ വന്നു ചേരുന്നത് വഴി ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം ദ്രുതഗതിയിലാക്കുവാൻ തീരുമാനിക്കും. പ്രത്യേക വിഭാഗത്തിന്റെ പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവൻ ഔഷധ രീതികൾ അവലംബിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും അത് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ തന്നെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സുഹൃത്ത് തുടങ്ങിയതായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അധികൃതരുടെ പ്രത്യേക പരിഗണനയിൽ ഒരു വിഭാഗത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നായിരിക്കുക. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി പുതിയ ചുമതലകൾ വന്നു ചേരുവാനിടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിന്റെ ഗൃഹപ്രവേശന കർമ്മ ചടങ്ങിലും ബന്ധുമിത്രാദികളുടെ ഉത്സവ മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാനായിട്ട് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ദേഹത്തിനും മനസ്സിനും ഒരേപോലെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള ദുരാചാരങ്ങളും ഒഴിവാക്കി സദാചാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രയത്നിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വ്യക്തിപരമായിട്ടും പ്രസ്ഥാനത്തിനും വേണ്ടതായിട്ട് നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള അവസരം വന്നു ചേരുന്നത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ വികസിത രാഷ്ട്രത്തിലേക്ക് യാത്രയും ഒരു പ്രത്യേക പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരവും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അഭിപ്രായ സമന്വയത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സംസ്കാരശൂന്യരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ നിന്നും പിന്മാറി വളരെ ക്രിയാത്മകമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരുന്നത് സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പല വിധത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി എല്ലാ കാര്യങ്ങളും ഒരു അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കുന്നതിന്റെ വെളിച്ചത്തിൽ പക്ഷെ അന്തിമമായിട്ട് ഈശ്വര പ്രാർത്ഥനകളാലും ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയത്താലും ഈശ്വര ആരാധനകളാലും ഒക്കെ തന്നെ എല്ലാം മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരം ഏപ്രിൽ മാസത്തിൽ ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.